إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 120-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ് അല്ലാഹുവിന്റെ പ്രതാപം, അവന്റെ ശക്തി, അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു ആയത്താണ്. ആരാണ് അല്ലാഹു എന്ന് പലപ്പോഴും പല ആയത്തുകളിൽ കൂടിയും അല്ലാഹു അവനെ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഒരായത്താണ്, അങ്ങേയറ്റം പ്രാമുഖ്യമുള്ള ആയത്താണ് ലില്ലാഹി മുൽക്കു السماوات والارض. ലില്ലാഹി അല്ലാഹുവിനേക്കാണ് മുൽക്കു السماوات والارض, ആകാശങ്ങളുടെയും അതുപോലെ ഭൂമിയുടെയും രാജത്വം, അതിന്റെ രാജാധിപത്യം അത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാകുന്നു, അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ആകാശങ്ങൾക്കും അതുപോലെ ഭൂമിക്കും വേറൊരു രാജത്വം അവകാശപ്പെടാവുന്ന ഒരു രാജാവുമില്ല, അങ്ങനെ ആരുമില്ല. അത് അല്ലാഹുവിന് മാത്രം സ്വന്തമാകുന്നു, അത് അല്ലാഹുവിന്റെ മാത്രം അവകാശമാകുന്നു എന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവയിലുള്ളതിന്റെയും ഈ ആകാശങ്ങളിലുള്ള സർവവസ്തുക്കളുടെയും സർവജീവജാലങ്ങളുടെയും ഭൂമിയിലുള്ള സർവവസ്തുക്കളുടെയും ആ ഭൂമിയിലുള്ള സർവജീവജാലങ്ങളുടെയും കടലിന്റെ ആഴികളിലുള്ളതിന്റെയും എല്ലാത്തിന്റെയും രാജത്വം, അതിന്റെയും രാജാധിപത്യം അത് അല്ലാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത വേറൊരു രക്ഷകൻ നിങ്ങൾക്കില്ല, അല്ലാഹുവല്ലാത്ത വേറൊരു വിജയം നൽകുന്നവനും അഭയം നൽകുന്നവനുമില്ല, ഒരു നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു നൽകുന്നവനില്ല, നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയവനില്ല. അവരാണ് സകലതും സൃഷ്ടിച്ചു പരിപാലിക്കുന്നതും അതുപോലെ അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവും അതൊന്നു മാത്രമാണ്. അവനാണ് റബ്ബുൽ ആലമീൻ എന്നാണ് ഈ ആയത്തിൽ കൂടി പറയുന്നത്. അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു അണുകിട ആരാധന പോലും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടികളിലേക്കും വകവെച്ചു നൽകാൻ പാടില്ല, തെറ്റിമാറിപ്പോകാൻ പാടില്ല. കാരണം സകലത്തിന്റെയും രാജാധിപത്യം അത് അല്ലാഹുവിൽ മാത്രമാകുന്നു എന്നാണ് ഈ ആയത്ത് കൃത്യമായി ഖണ്ഡിതമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിലാർക്കും തന്നെ പങ്കില്ല. അതിനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്ത് അല്ലാഹു സകല കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതൊക്കെയും പൂർത്തീകരിച്ചു കിട്ടും. കാരണം അല്ലാഹുവിന്റെ സൃഷ്ടികളെ പോലെയല്ല, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനായ ഖാദിറായ അല്ലാഹു ആകുന്നു എന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് ഉണർത്തിത്തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.